ഇന്ത്യയിലെ നമ്മുടെ സഭകൾ മണിപ്പൂരിനെ കൈവിടരുത്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, ബ്യൂട്ടിഫുൾ ആളുകളാണ്, ബ്യൂട്ടിഫുൾ പ്ലേസാണ്, സാധ്യതയുള്ള ആളുകളാണ്. അവിടെ നമ്മുടെ ഇന്ത്യൻ സഭകൾ ധാരാളം കാര്യം ചെയ്യാനുണ്ട്. സർക്കാരിനോട് ചേർന്ന് ചെയ്യാൻ പറ്റും. അത് ചെയ്യണം. പുനരധിവാസ കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ സ്വന്തം സ്ഥലത്ത് താമസിച്ച് പഠിക്കാനുള്ള അവകാശം നമ്മൾ സംരക്ഷിക്കണം. 10, 20, 25 പേര് ഒരു മുറിക്കകത്ത് കഴിയുക, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുമിച്ച് കഴിയുക, അതിൻ്റെതായിട്ടുള്ള ഭയങ്കര പോരായ്മകൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ അഭിമുഖീകരിക്കുകയാണ്. സഭ ഒരിക്കലും തകരില്ല. ഒരു ശക്തിക്കും സഭയെ തകർക്കാൻ കരുത്തില്ല. യേശുവാണ് സഭയുടെ നാഥൻ. സഭ കരുത്തോട് മുമ്പോട്ട് പോകും. അതാണ് മണിപ്പൂർ ഞാൻ കണ്ട ഏറ്റവും വലിയ മറ്റൊരു സാക്ഷ്യം. അത് വളരെ പോസിറ്റീവാണ്. അവർ വളരെയധികം എക്സൈറ്റഡ് ആണ്. അവർക്ക് ഭാവിയെക്കുറിച്ച് അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഇത്ര കഷ്ടം അനുഭവിക്കാൻ പോലും മണിപ്പൂരികളുടെ വിശ്വാസത്തിന് കുറവില്ല. അവർ ശക്തിയായിട്ട് മുമ്പോട്ട് പോകുകയാണ്. ഹാലലിയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടുകൂടെ സ്റ്റാൻലി ജോർജ് ഉണ്ട്. സ്റ്റാൻലി ജോർജിനെ നിങ്ങൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. സ്റ്റാൻലി ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂരിലേക്ക് യാത്ര ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തിലധികമായി കലാപകലുഷിതമായ ഇന്ത്യയുടെ തന്നെ ഒരു തീരാവേദനയായി അവശേഷിക്കുന്ന ഒരു പ്രദേശമാണ് മണിപ്പൂർ. കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള കലാപങ്ങൾ, അതിൻ്റെ അനുബന്ധ സംഭവങ്ങൾ, ഇപ്പോഴും മണിപ്പൂരിലെ വലിയൊരു ജനവിഭാഗം വിവിധ സ്ഥലങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ പാർക്കേണ്ടി വരുന്നു. അവർക്ക് അവരുടെ നാട്ടിലേക്ക്, അവരുടെ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലെ ചെറിയ വാർത്തകൾ, അല്ലെ ടി വിയിലെ ചെറിയ വാർത്തകളിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ മണിപ്പൂർ എന്നുള്ള വിഷയം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. എന്നാൽ ഇപ്പോഴും മണിപ്പൂരിൽ പ്രശ്നങ്ങൾ സജീവമായി നിൽക്കുകയാണ്. നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി മണിപ്പൂർ നിലകൊള്ളുന്നു. നമ്മുടെയെല്ലാം ഹൃദയത്തിൻ്റെ ഒരു വേദനയാണത്. സ്റ്റാൻലി ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ യാത്ര ചെയ്തു. അദ്ദേഹം എന്താണ് കണ്ടത്? മണിപ്പൂരിൻ്റെ അവസ്ഥ എന്താണ്? മണിപ്പൂരിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണ്? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. പ്രിയ സ്റ്റാൻലി സാർ, എന്താണ് മണിപ്പൂരിൽ പോകുവാനുള്ള പ്രചോദനം? എന്തിനു വേണ്ടിയാണ് അവിടെ പോയത്? മണിപ്പൂരിൽ കഴിഞ്ഞ ഈ കലാപങ്ങൾക്ക് ശേഷമായിട്ട് അവിടെ സന്ദർശിക്കണമെന്ന് എനിക്കൊരു വ്യക്തിപര ആഗ്രഹം ഉണ്ടായി. കാരണം അവിടെയുള്ള ജനങ്ങളെ കാണാനും അവരോടൊപ്പം നിൽക്കാനും അത് പഠിക്കാനും എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് നടന്നത് കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളൊരു ശ്രമം എനിക്കുണ്ടായി. അത് മാത്രമല്ല, മണിപ്പൂരിയനായ ഒരു പാസ്റ്റർ US-ലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സെയ് എന്നാണ്. അദ്ദേഹം ഓൾ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കഴിഞ്ഞൊരു പാസ്റ്ററാണ്. ഒക്ലോമയിലെ ഒരു അമേരിക്കൻ ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ചർച്ചിൻ്റെ ചാർജ് വിട്ടു. ഈ കലാപത്തോടുകൂടി വിട്ടിട്ട് അദ്ദേഹം കംപ്ലീറ്റ് മണിപ്പൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹം മണിപ്പൂരിലേക്ക് ഇപ്പം ലവ് മിഷൻ എന്നുള്ള നിലയിൽ ഒരു മണിപ്പൂരി മിഷൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ ഭാഗമാണ്. ഫിയക്കോണയുടെ ഒരു അസോസിയേറ്റ്. അതിരിക്കട്ടെ സാർ, ഫിയക്കോണയുടെ ഏത് എക്സിക്യൂട്ടീവിലുള്ള ആളാണോ അതോ എന്തോ? ഫിയക്കോണയുടെ അഡ്വക്കസി ഡയറക്ടറാണ് ഈ വർഷം. ഒരു വർഷം. എന്താ ഈ ഫിയക്കോണ എന്ന് പറഞ്ഞു? ഫിയക്കോണ അമേരിക്കയിലെ ക്രിസ്തീയ സംഘടനകളുടെ ഫെഡറേഷനാണ്. അപ്പോൾ എല്ലാ ക്രൈസ്തവ സഭകളും സംഘടനകളും അതിൻ്റെ ഭാഗമാണ്. 25 വർഷമായി തുടങ്ങിയിട്ട്. DC ആണ് ആസ്ഥാനം. അവിടെ ഓഫീസുണ്ട്. ന്യൂയോർക്കിലാണ് ആരംഭിക്കുന്നത്. കത്തോലിക്കർ തൊട്ട് പെന്തക്കോസ്തേ വരെയുള്ള എല്ലാ സഭാ വിഭാഗങ്ങളും അവരെ സഹകരിപ്പിക്കുന്ന ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് 1.4 മില്യൺ ഇന്ത്യൻ ക്രിസ്ത്യൻസ് അമേരിക്കയിലുണ്ട്. അവരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അത് നമ്മൾ ചെയ്യുന്നത് ക്രിസ്തീയ പീഡനം അനുഭവിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ക്രൈസ്തവരെ സഹായിക്കുക, റിലീഫ് പ്രോഗ്രാംസ്, നിയമസഹായം കൊടുക്കുക, അഡ്വക്കസി മിഷൻ അമേരിക്കയിൽ ഇന്ത്യയിലുള്ള ലോ മേക്കേഴ്സുമായിട്ട് സംസാരിക്കുക, ഈ കാര്യങ്ങൾ അവർ ശ്രദ്ധപ്പെടുത്തുക, വൈറ്റ് ഹൗസുമായിട്ട് ഇക്കാര്യം ബ്രീഫ് ചെയ്യുക, ലോബിങ് ചെയ്യുക, അതുപോലെ തന്നെ ഫെയ്ത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, റിലീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. അത് ഇന്ത്യയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊരു 2 കാര്യം. ഒന്ന് അഡ്വക്കസി മിഷൻ, 2 സഭകളുടെ യൂണിറ്റ്. 2 മേഖലയിലാണ് ഫിയക്കോണയുടെ പ്രവർത്തനം. ഓക്കെ. മണിപ്പൂരിലേക്ക് അതിൻ്റെ ആ ഒരു മിഷനായിട്ടാണ്, അതായത് ഫിയക്കോണയുടെ ഒരു ഭാഗമായിട്ടാണ്. അതെ, ഫിയക്കോണ മിഷനായിട്ടൂടാണ് ഞാൻ വന്നത്. അദ്ദേഹം ഫിയക്കോണ റിലീഫ് മിഷൻ മണിപ്പൂർ ഫിയക്കോണയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയായിരുന്നു. കഴിഞ്ഞ കലാപകാലത്ത് ഫിയക്കോണ ധാരാളം റിലീഫ് പ്രോഗ്രാംസ് അവിടെ ചെയ്തു. പല വ്യക്തികൾ കൂടെ മെമ്പേഴ്സൊക്കെ ധാരാളം റിലീഫ് പ്രോഗ്രാം നമ്മൾ ഒരുമിച്ചും അല്ലാതെയും ചെയ്തു. അതിൽ പ്രധാനമായിട്ട് ഇദ്ദേഹത്തോടെ ചെയ്ത ഡോക്ടർ സെയ് ആണ് ഞങ്ങളുടെ ഫിയക്കോണയുടെ ഒരു അസോസിയേറ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത്. അവിടെ വന്നതൊരു യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കാനാണ്. ഒരു 280ഓളം യങ്സ്റ്റേഴ്സ് പങ്കെടുത്ത ഒരു ക്യാമ്പ്, ട്രെയിനിങ് ക്യാമ്പായിരുന്നു. 2 ദിവസത്തെ ക്യാമ്പായിരുന്നു. അത് ബാപ്റ്റിസ്റ്റ് ചർച്ചുകളുടെ ഒരു യൂത്ത് ക്യാമ്പായിരുന്നു. 60 ചർച്ചുകളുടെ അസോസിയേറ്റാണ് നടത്തിയത്. പക്ഷേ പല സഭകളിലും വന്നില്ല. 28 സഭകളിൽ നിന്നുള്ള ഉണ്ടായി. പക്ഷേ ഈ ക്യാമ്പ് നമ്മൾ അവരെ മിഷൻ, മിനിസ്ട്രി, ലീഡർഷിപ്പ്, ഇവാഞ്ചലിസം ഇക്കാര്യങ്ങളാണ് ട്രെയിൻ ചെയ്തത് 2 ദിവസം. അപ്പോൾ 250 പേരിൽ ഒരു 160ഓളം പേര് പൂർണ്ണ സമയം വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടും. നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ക്ലാസ് നയിച്ചത്.
അപ്പോൾ അതോട് ബന്ധപ്പെട്ട് ആ ഒരു പ്രതികരണം. പിന്നെ ഞാൻ ധാരാളം കുക്കി ക്രിസ്ത്യൻസിനെ പോയി നേരിട്ട് കണ്ടു. കലാപബാധിത പ്രദേശം സന്ദർശിച്ചു. അവിടെ നടന്ന കാര്യങ്ങൾ കണ്ടു. വീട് നഷ്ടപ്പെട്ട ആളുകളെ, കുടുംബം നഷ്ടപ്പെട്ട ആളുകളെ, മക്കൾ നഷ്ടപ്പെട്ടവരെ, അപ്പനും അമ്മയും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ അവരെ കണ്ടു. പിന്നെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട ആളുകളെ, പാസ്റ്റർമാരുടെ പല വിശ്വാസികൾ നഷ്ടപ്പെട്ടു പോയി. ഏതാണ്ട് 300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. അതിലും കൂടുതൽ ഉണ്ടാകാം. മാസ് ഗ്രേവ് ഞാൻ പോയി കണ്ടു. അവരുടെ അപ്പം നേരിട്ട് അവരോട് സംസാരിച്ചു. ഇതിൻ്റെ പുറകിൽ എന്താണ് സംഭവിച്ചത്? ഇതൊരു കലാപം എന്ന് പറയുന്നത് ഒരു ലാൻഡ് ഇഷ്യൂ ആണോ, ട്രൈബൽ ഇഷ്യൂ ആണോ, ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു പൊതുവിൽ പറഞ്ഞ് 2 നറേറ്റീവാണുള്ളത്. ഒന്ന് മതപരമായ ഒരു വിഷയം അതിനകത്തുണ്ട്. 2 ഈ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട 2 വംശങ്ങൾ തമ്മിലുള്ള, കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള, ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഈ 2 കാര്യങ്ങളും പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് സാർ മനസ്സിലാക്കിയത്? സാർ പറഞ്ഞ ഈ 2 കാര്യങ്ങളും കൃത്യമാണ്. 2 കാര്യങ്ങളും അതിനകത്തുണ്ട്. ഈ 2 കാര്യങ്ങളും ഒന്നിച്ചാണ് സംഭവിച്ചത്. അതാണ് ഞാൻ കണ്ടുപിടിച്ചത്. മതപരമായ കാര്യമുണ്ട്, ഈ ഗോത്ര അല്ലെങ്കിൽ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇത് 2 ഇപ്പോൾ ഒന്നിച്ചാണ് ഈ കലാപവും ഈ കൊലപാതകങ്ങളും എല്ലാം ഉണ്ടായത്. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായ നിയമമാണ്. എന്താണ്? മേത്തികൾക്ക് താഴ്വര, കുക്കികൾക്ക് കുന്നുകൾ. അപ്പം കുന്നുകൾ താമസിക്കുന്ന കുക്കികളാണ്. കുക്കികളിൽ നല്ല ഭാഗം ക്രൈസ്തവരുണ്ട്, അല്ലാത്ത ഹൈന്ദവരുണ്ട്. മേതികളിൽ 5% ക്രിസ്ത്യാനികളും ബാക്കി എല്ലാവരും ഹൈന്ദവരുമാണ്. ഇതാണ് അവിടുത്തെ ജനസംഖ്യയുടെ ഒരു നേർചിത്രം. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് മേതികൾക്ക് ഹില്ലിൽ അവകാശമില്ല, ഉടമസ്ഥാവകാശമില്ല. എന്നാൽ കുക്കികൾക്ക് തിരിച്ച് താഴ്വരയിലില്ല. അപ്പോൾ ഇതാണ് അത്. ഇന്ത്യ സർക്കാരായപ്പോഴും അത് തുടർന്നു, സംസ്ഥാനം ഉണ്ടായപ്പോഴും ഈ ഒരു നിയമം അതേപോലെ നിലനിർത്തിക്കൊണ്ട്. എങ്കിലും ഈ കുക്കി ക്രൈസ്തവർ നല്ല മനസ്സുള്ളവരായതുകൊണ്ട് ഹില്ല് ആഗ്രഹിച്ച പല മേതികൾക്കും അവർ സ്വന്തം സ്ഥലം വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഈ കലാപത്തിന് മുമ്പ് തന്നെ പല മെയ്തി ഹൈന്ദവരും മെയ്തി ക്രൈസ്തവരും ഈ കുക്കികളുടെ ഹില്ല് ഏറിയയിൽ താമസിക്കാൻ ഞാൻ അവരുടെ വീട് കണ്ടു. മെയ്തികൾ താമസിച്ച പല വീട് ഞാൻ കണ്ടു. ഏതാ ഈ കുക്കികളുടെ ഇടയിൽ താമസിച്ചിരുന്ന മെയ്തി അവരും ഓടിപ്പോയി. കാരണം ഭയന്ന് ഓടിപ്പോയി. പക്ഷെ അവരാരും കൊല്ലപ്പെട്ടില്ല. കൊല്ലപ്പെട്ടത് മുഴുവൻ കുക്കി ക്രൈസ്തവരാണ്. കാരണം അവരാണ് ഓടിപ്പോയത്. 65,000 പേരാണ് മെയ്തികളുടെ സ്ഥലത്തു നിന്ന് സ്വന്തം വീടുകളും ബിസിനസ്സും എല്ലാം വിട്ട് ഓടിപ്പോയവരിലാണ് 300 പേർ കൊല്ലപ്പെട്ടത്. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ട് ഇപ്പുറത്ത് പോയത്. ഇപ്പുറത്ത് പോകുന്നപ്പോൾ സൈന്യം വന്നു, അവിടെ തടയുണ്ടാക്കി, അതിർത്തി ഉണ്ടാക്കി. അതുകൊണ്ട് ബാക്കിയുള്ളവർ കൊല്ലപ്പെട്ടില്ല. അല്ലെങ്കിൽ വംശഹത്യയായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. കുക്കികളുടെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ലാൻഡ് ഒരു ഇഷ്യൂ ആണ്. അപ്പം ഈ സുന്ദരമായ കുന്നുകളാണ്, ബ്യൂട്ടിഫുള്ളാണ്, അവിടെ പ്രകൃതി രമണീയമാണ്. അല്ല, ഈ താഴ്വര താമസിക്കുന്ന മെയ്ത്തികൾക്ക് എന്തിനാ ഈ കുന്ന്? സ്ഥലമില്ല. താഴ്വരയിൽ ലാൻഡ് കുറവ്. കാരണം 60% ആളുകൾ താമസിക്കുന്ന 15% താഴ്വരയിലാണ്. താഴ്വര ഇവിടെ 15% ഉള്ളൂ. അത് മനസ്സിലായി. പക്ഷേ 60% ആളുകളുടെയാണ് 15% താഴ്വര. പക്ഷേ 30% അല്ല 35%-ഓളം കുക്കികളും മാർ സമൂഹവും നാഗന്മാരും താമസിക്കുന്നത് ഹില്ലിലാണ്. അവർക്ക് 80%-ഓളം അല്ലെങ്കിൽ 20% താഴ്വരയും 80% കുന്നുകളുമാണ്. മണിപ്പൂർ മുഴുവൻ കുന്നുകളാണ്. ഈ കുന്നുകളെല്ലാം സുന്ദരമാണ്, പ്രകൃതി രമണീയമാണ്, ഭയങ്കരമായ സാധ്യതയുള്ള അല്ലെങ്കിൽ റിസോർട്ടോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വെള്ളത്തിനാണ് പ്രശ്നം ഉള്ളത്. അത് അവർ തടയണ കെട്ടി അല്ലെങ്കിൽ ഈ വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയൊക്കെ പരിഹരിക്കുന്നുണ്ട്. അരുവികളൊക്കെ കുന്നുകളിലൂടെ ഒഴുകുന്ന അരുവികളൊക്കെ ഉണ്ട്, നദികൾ വരെയുണ്ട്. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇവർക്ക് ഈ സ്ഥലങ്ങൾ വേണം. ഇവിടെ ജനസംഖ്യ പെരുകുന്നു, അവിടെ ലാൻഡ് ഇല്ലാതാകുന്നു. ഇവിടെ ലാൻഡ് ഒത്തിരി ഉണ്ട്, ജനസംഖ്യ കുറവാണ്. അപ്പോൾ ഇതാണ് അത്. ബ്രിട്ടീഷിൻ്റെ ഈ നിയമം ഉള്ളപ്പോൾ തന്നെ അവർ ഇത് ക്രമേണ കയ്യേറാൻ തുടങ്ങി. അപ്പോൾ അത് നടക്കില്ല എന്ന് വന്നപ്പം കുറേ കുക്കികൾ അവർക്ക് കൊടുത്തു. പല സ്ഥലങ്ങളും അവർക്ക് ദാനമായിട്ടും വിലയ്ക്കൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ സമൂഹം അവിടെ താമസിച്ചു. പക്ഷേ അത് പോരാ. കുക്കി സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കിയാൽ ഈ സ്ഥലങ്ങളും കിട്ടും, ക്രൈസ്തവ വളർച്ച. കുക്കികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രൈസ്തവരാണ്. അവർക്ക് നല്ല സുവിശേഷ ആത്മാവുള്ളവരാണ്. അവർ സുവിശേഷം പറയുന്നു, ജനങ്ങൾ കൺവേർട്ട് ചെയ്യുന്നു, സഭകളുണ്ടാകുന്നു, നിരവധി സഭകളുണ്ടാകുന്നു. ബാപ്റ്റിസ്റ്റുകാരും അങ്ങനെയുള്ള മറ്റുള്ള ഈ ഇവാഞ്ചലിക്കൽസ് എല്ലാം അവിടെ നല്ല സാന്നിധ്യമുണ്ട്. കുക്കികളുടെ ഒരു 100ഓളം വർഷങ്ങളായിട്ട് ക്രൈസ്തവ സാന്നിധ്യം മണിപ്പൂരിലുണ്ട് ഉണ്ട്. അപ്പോൾ നിരവധി ആശുപത്രികളുണ്ട് അവിടെ, ബൈബിൾ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. പ്രധാനമായിട്ടും ഈ മലയാളി ക്രൈസ്തവ മിഷണറിമാർ അവിടെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ?
അധികം പേര് ഞാനിവിടെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല എത്ര പേരുണ്ടെന്നും അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാനിരിക്കുകയാണ്. ഏത് മലയാളി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം കൂടെ എനിക്ക്, അല്ലെങ്കിൽ മലയാളി പെന്തക്കോസ്തുകാരോ ക്രൈസ്തവരോ ആരോ അവരുടെ മിഷൻ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടാകും. ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ അവിടെ ആരും അല്ല സാർ ഇപ്പം ചെന്നപ്പോൾ എന്ത് കണ്ടു? അവിടെ കണ്ടത് ഭയങ്കര ദയനീയമായ കാഴ്ചകളാണ്. കാരണം ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്, ഭയങ്കരമായ പട്ടിണിയാണ്. ഈ ഒത്തിരി സഹായം അവിടേക്ക് പ്രവഹിച്ചല്ലോ ഈ മണിപ്പൂരിലേക്ക്. പ്രവഹിക്കുന്നതൊക്കെ അവർക്ക് ഈ ചെറിയ നിലയിൽ അവർക്കൊരു പാർപ്പിടം ഉണ്ടാക്കാനായിട്ട്. ഇപ്പം തന്നെ സ്വന്തം വീട് നഷ്ടപ്പെട്ടവരാണ്. വീട് മാത്രമല്ല, അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ വരുമാനമില്ലാതായി. മക്കളെ വളർത്തണം, ഉപജീവന പ്രശ്നങ്ങൾ. അതെ, ആ മക്കളൊക്കെ തന്നെ പല സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളായി അയക്കപ്പെട്ടു. അവരത് മിസ് ചെയ്യുന്നു. അപ്പനമ്മ നഷ്ടപ്പെട്ട പിള്ളേരുടെ അനാഥരായിപ്പോയി. അവരെ സംരക്ഷിക്കണം. അവരും മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അപ്പോൾ അപ്പനും മക്കളും തമ്മിൽ തന്നെ ബന്ധമില്ലാതെ പിന്നെന്താ പറയുന്നത്, ഒറ്റപ്പെട്ടു പോയ, അല്ലെങ്കിൽ തമ്മിൽ ഒരിക്കലും അറിവില്ലാത്ത തന്നെ നിരവധി ആളുകൾ. 65,000-ഓളം പേരാണ് മെയ്തി ഏറിയയിൽ നിന്ന് ജീവൻ കൊണ്ട് ഓടിയത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരവർ അഭയാർത്ഥികളായിപ്പോയി. അതെ, അങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റില്ല. ഇവിടെ വന്നിരിക്കുകയാണ്. പുതിയ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ എല്ലാം അവർക്ക് ആദ്യം മുതൽ വേണം. ഭവനം വേണം, തൊഴിൽ വേണം, വരുമാനം വേണം, മക്കളുടെ വിദ്യാഭ്യാസം വേണം. ഇതൊക്കെ സർക്കാരിൻ്റെ ചെറിയ ചെറിയ സഹായമുണ്ട്. ഞാൻ പല ക്യാമ്പുകൾ കണ്ടു. ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുറിയിൽ 18-20 പേരെ കഴിയുന്നത്. അവിടെയാണ് അവരുടെ എല്ലാ പ്രാഥമിക വൃത്തികളും നടക്കുന്നത്. അവിടെ നിന്ന് ദുർഗന്ധമാണ്. അവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല. ഇവരൊക്കെ സ്വന്തം വീടുള്ളവരാണ്. 2 നിലയൊക്കെ വീടുണ്ടായിരുന്നത്, ഇംഫാലിലൊക്കെ വീടുണ്ടായിരുന്ന ഇവിടെ ഗവൺമെൻറ് ചെറിയ സഹായമാണ് ചെയ്യുന്നത്. അവർ കൃത്യമായിട്ടൊരു ഒന്ന് കിടന്നുറങ്ങണം, അല്ലെങ്കിൽ അവർക്കൊരു ഭക്ഷണം കഴിച്ച് ജീവിക്കണം. അത്ര മിനിമം സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നു. ഇതല്ല റിലീഫ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പൂർണ്ണമായി അവൻ്റെ ഒരു പുനരധിവാസം നടക്കും. അവൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് കുറഞ്ഞ വർഷം അതുപോലെ അല്ല, അടുത്തോ അവൻ്റെ കുടുംബമായിട്ട് ജീവിക്കാനുള്ള അവൻ്റെ അഭിമാനം, അവൻ്റെ അവകാശം, ഇത് അവരുടെ നാടാണ്, അവരുടെ ലാൻഡാണ്. ആ ലാൻഡിലാണ് അവർ അഭയാർത്ഥികളായി പോകുന്നത്. അല്ല, അവിടെ അവർ ഒറ്റപ്പെട്ടു പോകുന്നത്, അവർ ഒന്നുമില്ലാതെ മാറുന്നത്. അപ്പോൾ ആ ഒരു ദുരന്തം സർക്കാർ പോലും കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അവർ ചെറിയ ചെറിയ നിലയിലുള്ള സഹായങ്ങളാണ്. പിന്നെ വേണ്ടത് റിലീഫ് എഫേർട്ടാണ്. അത് മറ്റുള്ള ആളുകൾ ചെയ്യാം. ക്രൈസ്തവ സമൂഹങ്ങൾ, സാമൂഹിക സന്നദ്ധ സംഘടനകൾ, ഇവരൊക്കെയാണ് അവരെ സഹായിക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു പഠനം ഞാൻ നടത്തി. അവർക്ക് ഒത്തിരി റിലീഫ് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ റിലീഫ് വേണ്ടത് ഇവരുടെയൊക്കെ മക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, അവിടെ അവർ സുരക്ഷിതരാണോ എന്ന് പോലും അറിയത്തില്ല. അല്ല, എല്ലാം കൊച്ചുകുട്ടികളൊക്കെയാണ്, ടീനേജേഴ്സാണ്, പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. അപ്പോൾ ഇവരെവിടെ താമസിക്കുന്നു, ആരാണ് അവരെ സംരക്ഷിക്കുന്നത്, ഇവരുടെ സ്പോൺസേഴ്സ് ആരൊക്കെയാണ്, അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, അവരോട് ഒന്നും അറിയില്ല. അപ്പോൾ അതുമാത്രമല്ല, പേരൻസിനും അറിയാണ്. മക്കളെക്കുറിച്ച് പേരൻസ് വേദനിക്കുകയാണ്. തിരിച്ചു വന്നാൽ പരിപാലിക്കാൻ അവർക്ക് കഴിവില്ല, പഠിപ്പിക്കാൻ കഴിവില്ല, സ്കൂളുകളില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇത്തരം ഒറ്റപ്പെട്ട് കഴിയുന്ന കുട്ടികളെ മറ്റ് അവർ തിരിച്ചു കൊണ്ടുവരുന്നുള്ളതാണ് ഏറ്റവും വലിയ റിലീഫ്. ഇപ്പം ഞാനത് ഞങ്ങളുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു, കൊടുക്കുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും? അമേരിക്കയിലുള്ള ഏജൻസികൾക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ ഏതെങ്കിലും സാമൂഹിക സംഘടനകൾക്കോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നമ്മൾ വലിയ ചോദ്യമാണ്, വലിയൊരു അല്ല. ഇപ്പം സാറൻ ഒരു അമേരിക്കൻ പൗരൻ എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ വന്ന് ഈ മണിപ്പൂർ പോലെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയിൽ പോയി അന്വേഷണങ്ങൾ നടത്തുന്നതിനൊക്കെ തടസ്സങ്ങളില്ലേ? അല്ല, തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ചില കാര്യങ്ങളോട് ഞാൻ സ്വീകരിച്ചിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു ഇന്ത്യൻ ഒറിജിൻ അവിടെ ഞാൻ പ്രൂവ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് പോയത്. ഡൽഹി ഞാനൊരു പെർമിഷൻ ഉണ്ടായിരുന്നു. ഞാൻ അത് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടി വന്നു. പിന്നെ ഞാനൊരു ഇന്ത്യൻ പൗരനായിട്ട് തന്നെ അങ്ങോട്ട് പോയത്. ഞാൻ അമേരിക്കയുടെ ഒരു കാര്യം കാണിച്ചുകൊണ്ടല്ല. എനിക്ക് ഇന്ത്യയിൽ ആധാർ കാർഡുണ്ട്, ഇന്ത്യയിൽ എനിക്കൊരു പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതുകൂടെ ഞാൻ അതിനകത്ത് ഉപയോഗിച്ചു. പിന്നെ നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത്. നമുക്ക് നിരവധി ചെക്ക് പോസ്റ്റ് കടന്നാണ് പോകുന്നത്. 8 ചെക്ക് പോസ്റ്റുകൾ എന്നെ പരിശോധിച്ചു. അവിടെയൊക്കെ രക്ഷപ്പെട്ട് എത്തിയെന്നുള്ളതാണ്. ഇനി ഒരു പ്രാവശ്യം അതുവഴി പോകില്ല, മറ്റൊരു വഴി സ്വീകരിക്കേണ്ടി വരും. പക്ഷേ എങ്കിലും അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ റിലീഫ് ധാരാളം ആവശ്യമാണ്. സാർ എന്തോ അവിടെ ചെയ്യാൻ പോകുന്നത്? ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ഒരു 10 ഏക്കറോളം സ്ഥലം ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. അവിടെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ടാകുക, സാമാന്യഗതിയിൽ അവരെ പഠിപ്പിക്കുക, സ്വന്തം സ്ഥലത്ത് വന്ന് പഠിക്കാനായിട്ടുള്ള അവരുടെ അവകാശം നമ്മൾ സംരക്ഷിക്കുക, അവരുടെ അഭിമാനം നമ്മൾ സൂക്ഷിക്കുക. മനസ്സിലായി. പിള്ളേർ സ്വന്തം പേരൻസിനോടൊപ്പം തിരിച്ചു വരിക, അവരെ തിരിച്ചു കൊണ്ടുവരിക, പുനരധിവസിപ്പിക്കുക. അവരവിടെ പഠിക്കണം, അവരുടെ പൗരന്മാരെ വളരണം, അവരുടെ സാധ്യത ഭാവിയെല്ലാം തന്നെ ആ സ്ഥലത്താണ്. അപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വിദ്യാർത്ഥികൾ തിരിച്ചു വരിക. അവർക്ക് പണമില്ലാത്തവർക്ക് നമ്മൾ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുക. അങ്ങനെ ഒരു പുനരധിവാസ സ്കൂൾ തന്നെ
ഉണ്ടാകും. പിന്നെ അവർക്ക് വാട്ടർ പ്രശ്നമുണ്ട്, വാട്ടർ ടാങ്കുകൾ. അപ്പോൾ ഇവർ മേത്തി കയറിയ താഴ്വര താമസിച്ച ആളുകളാണ്, ഇവിടെ ഒന്നും വെള്ളമില്ല. അപ്പോൾ വാട്ടർ ടാങ്കുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്താനെ പല വാട്ടർ ടാങ്ക് പണിതു. ഓരോ വാട്ടർ ടാങ്കിനും $50,000 എക്സ്പെൻസ് ഉണ്ട്. അത്രമാത്രം വലിയ വാട്ടർ ടാങ്കുകളാണ്. വലിയ മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉറവുകളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു 400-500 കുടുംബങ്ങൾക്ക് ഒരു വാട്ടർ ടാങ്ക് വരും. അതൊക്കെ ഞാൻ പല ടാങ്കുകൾ കണ്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നമ്മളും ഇക്കാര്യത്തിൽ ശ്രമിക്കുക, ഫിയക്കോണ ശ്രമിക്കുക, ഇന്ത്യയിലുള്ള സഭാ സമൂഹങ്ങൾ ശ്രമിക്കണം. ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്, അവിടെ പോയി കണ്ട ഒരു റിപ്പോർട്ട് എന്നുള്ളതിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ത്യൻ സമൂഹം, ഇന്ത്യയിലെ നമ്മുടെ സഭകൾ മണിപ്പൂരിനെ കൈവിടരുത്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, ബ്യൂട്ടിഫുൾ ആളുകളാണ്, ബ്യൂട്ടിഫുൾ പ്ലേസാണ്, സാധ്യതയുള്ള ആളുകളാണ്. അവിടെ നമ്മുടെ ഇന്ത്യൻ സഭകൾ ധാരാളം കാര്യം ചെയ്യാനുണ്ട്. സർക്കാരിനോട് ചെയ്യാൻ പറ്റും, അത് ചെയ്യണം. പുനരധിവാസ കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ സ്വന്തം സ്ഥലത്ത് താമസിച്ച് പഠിക്കാനുള്ള അവകാശം നമ്മൾ സംരക്ഷിക്കണം. പിന്നെ അവിടെയുള്ള സഭകൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇനിയും ഉണ്ടാകാതിരിക്കത്തൊക്കെയാണ് ആ സഭകൾക്ക് സംരക്ഷണം ആവശ്യമാണ്. അപ്പോൾ സർക്കാർ സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലും നിയമപരമായ സംരക്ഷണം നമ്മൾ ഉറപ്പുവരുത്തണം. അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം അവർക്ക് ഉണ്ടാകണം. ഇപ്പം തന്നെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. കലാപം തുടരുന്നുണ്ട് പലയിടത്തും. എങ്കിലും സൈന്യത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. എല്ലാ 500 മീറ്ററിലും പച്ചയുടുപ്പിട്ട പട്ടാളക്കാരാണ് തോക്കുമായിട്ട് നിൽക്കുകയാണ്. എല്ലാ 500 മീറ്ററിലവർ വഴിനീളം അവരാണ് നിൽക്കുന്നത്. നമ്മൾ പോകുന്ന എല്ലാ കടകളിലും മുമ്പിൽ അവരാണ്, എല്ലാ മുക്കിലും മൂലയിലും അവരാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു കൺട്രോളിലാണ് മൊത്തത്തിൽ. അപ്പോൾ ഈ സൈന്യമാണ് അവിടെ നിലനിർമ്മിച്ചിരിക്കുന്നത്. സൈന്യം നിലനിർമ്മിച്ചുകൊണ്ട് എന്ത് കാര്യം? അവിടെ അവർക്ക് ജീവിക്കണ്ടേ? അവിടെ സർവൈവലാണ് പ്രശ്നം. സുരക്ഷത്തൊക്കെ ഉള്ളു. ഇന്ന് സുരക്ഷത്വമല്ല അവരുടെ പ്രശ്നം, സർവൈവലാണ്. അവർക്ക് ജീവിക്കണം, അവർക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കണം, അവർക്ക് ഒരു പാർപ്പിടം ഉണ്ടാകണം. 10, 20, 25 പേര് ഒരു മുറിക്കകത്ത് കഴിയുക, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുമിച്ച് കഴിയുക. അതിൻ്റെതായിട്ടുള്ള ഭയങ്കര പോരായ്മകൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാകണം. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഇന്ത്യയിലെ ക്രിസ്തീയ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ ഗവൺമെൻറ് സംവിധാനങ്ങൾ അവിടെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? അതോ ഈ റിലീഫ് വർക്കിലൊന്നും ഇല്ലേ? ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിലൊക്കെ വളരെ അലംഭാവമായിരുന്നു. അലംഭാവം എന്ന് പറഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പഴയ ഭരണകൂടം ബിരൻസ്. അതെ. അപ്പം ഈ മേധികളുടെ ഇപ്പം നിയമസഭ തന്നെ നോക്കുക, 40 അംഗ നിയമസഭയാണ്. 30 പേര് മേധി MLA-മാരാണ്, 20 പേരാണ് കുക്കികൾ, 10 പേരാണ് കുക്കികൾ. ഇവർക്ക് അവിടെ ഒരു സ്വാധീനമില്ല. ഒരു നിയമം ഉണ്ടാക്കണേ അവർക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ അവിടെ മേധികളുടെ ഭരണമാണ് നിയമസഭ. സർക്കാരും അവരോടൊപ്പമായിരുന്നു. ഈ അടിച്ചമർത്തപ്പെട്ട കൊല്ലപ്പെട്ട കുക്കി സമൂഹങ്ങൾക്ക് നിയമം അല്ലെങ്കിൽ നീതി ഉറപ്പാക്കിയില്ല സർക്കാർ. അത് അമേരിക്ക ഭരണകൂടത്തിന് ശ്രദ്ധപ്പെട്ടു. ലോകം മുഴുവൻ മനസാക്ഷിക്കെതിരെയുള്ള ചോദ്യചിഹ്നമായിരുന്നത്. അപ്പം പ്രധാനമന്ത്രി മോദി അമേരിക്ക സന്ദർശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യം, എനിക്ക് പല വീഡിയോ വന്നിട്ടുണ്ട് നേരത്തെ, ഇക്കാര്യമൊക്കെ പഠിച്ചത്. അവർ അന്വേഷണം ഉണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ ക്രൈസ്തവരുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു? അവിടെ കൊല്ലപ്പെട്ടൊക്കെ ക്രൈസ്തവരാണ്, ഒരു ഹൈന്ദവർ കൊല്ലപ്പെട്ടിട്ടില്ല, ഒരു പള്ളി അല്ലാതെ ഒരു അമ്പലം ആക്രമിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് കൃത്യമായ ഒരു അജണ്ടയാണ്. ഈ ലാൻഡിൻ്റെ പേരിൽ ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള ഒരു ഫൈറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പഠനം, എൻ്റെ അന്വേഷണത്തിൽ കണ്ട സത്യങ്ങൾ, ഇതിനകത്ത് വേറെ ശക്തികൾ ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കലാപം മറയാക്കിക്കൊണ്ട് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ക്രൈസ്തവരെ അവിടെ ഒടുക്കി അതൊരു ടെസ്റ്റ് സ്റ്റേറ്റായിട്ട് മാറ്റാനായിരുന്നു. ആദ്യം മണിപ്പൂർ, പിന്നെ നാഗാലാൻഡ്, പിന്നെ മിസോറാം, ഇങ്ങനെയുള്ള സ്റ്റേറ്റിലേക്ക് പോകണം പിന്നീട്. ഇതൊരു സംഘടിതമായ ഒരു തീവ്ര ബന്ധമുള്ള ശക്തികൾ ഈ അക്രമകാരിയോടൊപ്പം കൂടിയെന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അത് അവർ അജണ്ട എന്തായിരുന്നു? അവർക്ക് ലാൻഡല്ല വേണ്ടത്, അവർക്ക് ക്രൈസ്തവ ഇല്ലായ്മ ചെയ്യുന്നുള്ളതാണ്. ക്രൈസ്തവരുടെ വളർച്ച അല്ല ക്രൈസ്തവരുടെ സാന്നിധ്യം ഇല്ലാതായി മണിപ്പൂർ മൊത്തം ഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിന് അവാർഡ് ചെയ്യുക, അതിപ്പോൾ ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ടയാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ട കുക്കികൾ, കൊല്ലപ്പെട്ട കുക്കികൾ ശക്തരായി മാറി. അവർക്ക് അതിലില്ലാത്ത കഴിവുണ്ടായി. സഭകൾ വളരെയാണ് അവിടെ. ചർച്ച അജേയമാണ്. യേശുവിൻ്റെ സഭ അജേയമാണ്. ലോകത്തൊരു ശക്തിക്കും സഭയെ തറക്കാൻ കഴിയത്തില്ല. മതശക്തിക്കോ രാഷ്ട്രീയ ശക്തിക്കോ സാമ്പത്തിക ശക്തിക്കോ സഭ കഴിയില്ല. അപ്പോൾ മണിപ്പൂരിൽ നമുക്കൊരു വലിയ സാക്ഷ്യമാണ്. എന്താണ്? ക്രൈസ്തവ സമൂഹം ഒരിക്കലും മുന്നോട്ട് പോകില്ല, സഭ ഒരിക്കലും തകരില്ല, ഒരു ശക്തിക്കും സഭയെ തർക്കം കരുത്തില്ല. യേശുവാണ് സഭയുടെ നാഥൻ, സഭ കരുത്തോട് മുമ്പോട്ട് പോകും. അതാണ് മണിപ്പൂർ ഞാൻ കണ്ട ഏറ്റവും വലിയ മറ്റൊരു സാക്ഷ്യം. അത് വളരെ പോസിറ്റീവാണ്. അവർ വളരെയധികം എക്സൈറ്റഡ് ആണ്. അവർക്ക് ഭാവിയെക്കുറിച്ച് അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഇത്ര കഷ്ടം അനുഭവിക്കാൻ പോലും മണിപ്പൂരികളുടെ വിശ്വാസത്തിന് കുറവില്ല. അവർ ശക്തിയായിട്ട് മുമ്പോട്ട് പോകുകയാണ്.
പക്ഷേ റിലീഫ് അവിടെ ധാരാളം ആവശ്യമാണ്. ഈ മണിപ്പൂരിൽ സാർ എന്ത് ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഞങ്ങളുടെ സംഘടനയോടൊപ്പം ചേർന്ന് ജനങ്ങളോടൊപ്പം ഞങ്ങൾ അതിൽ പാർട്ട്നേഴ്സായിട്ട് വരുന്ന ആളുകളോടൊപ്പം ഈ വിഷൻ ഷെയർ ചെയ്യുക, ഈ പ്രോജക്റ്റ് ഷെയർ ചെയ്യുക, ഒരുമിച്ച് ചേർന്ന് അവിടെ പ്രവർത്തിക്കാവുന്ന മേഖലകളിൽ റിലീഫ് പ്രോഗ്രാം, ഈ സ്കൂളിങ്, പിന്നെ യങ്സ്റ്റേഴ്സ് ട്രെയിൻ ചെയ്യുക, തൊഴിൽ പഠിപ്പിക്കുക. ഇപ്പം തന്നെ നമ്മൾ ഈ മിഷൻ ട്രെയിനിങ് നടക്കുമ്പോൾ തന്നെ തൊഴിലൂടെ പഠിപ്പിക്കാനായിട്ടാണ്. സ്വയം തൊഴിൽ, IT മുതലുള്ള അവർ കഴിവനുസരിച്ച് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുക. അവർക്ക് ചെറിയ ഒരു സ്ഥലമാണ്, കാരണം ഈ ബിസിനസ് എല്ലാം മേത്തി ഏറിയയിലാണ്, ഇൻഫാലിലാണ് എല്ലാ വ്യവസായങ്ങളും എല്ലാ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഹിൽ ഏറിയ വന്നിരിക്കുന്നത്. ഒരു പുതിയ ഡെവലപ്മെൻറ്റ് അവിടെ വേണം, കാരണം ഒരു പുതിയ ഒരു ഡെവലപ്മെൻറ്റാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവിടെ വ്യവസായങ്ങൾ വരണം. അവിടെ വ്യവസായം വരണം എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭൂമിശാസ്ത്ര ഉള്ള ഒരു മേഖല, വല്ലാത്തൊരു ടെറൈനാണ് അവിടെ. അവിടെ വ്യവസായങ്ങൾ വരിക എന്ന് പറയുമ്പോഴത്തേനും ആ ലാൻഡിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു, ഒരു സാങ്ക്ടിറ്റി നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന പലതുണ്ട്. ഒന്ന് ടൂറിസമാണ്. അവിടെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അവിടെ ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട്. റിസോർട്ടുകൾ ഒത്തിരി വരാൻ സാധ്യത. അപ്പോൾ ടൂറിസം മണിപ്പൂരിൻ്റെ ഒരു നല്ല സാധ്യതയാണ്. അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. അപ്പം അതുപോലെ തന്നെ കുന്നുകളുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസായങ്ങൾ. അവർക്കൊരു എയർപോർട്ടില്ല. എയർപോർട്ട് ഇപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഇംഫാൽ എയർപോർട്ട് വരാൻ കഴിയില്ല, കാരണം മേത്തി വഴി മേഖല കടന്നു വേണം അങ്ങോട്ട് പോകാൻ. ആർക്കും ഒരു കുക്കിക്കും കയറാൻ പറ്റില്ല. അപ്പോൾ പട്ടാളത്തിൻ്റെ മേലെ ആർക്കും ഇല്ല, പറ്റില്ല. പിന്നെ അവർ 16 മണിക്കൂർ യാത്രയായിട്ട് വേണം മിസോറാമിലെത്തി എയർപോർട്ട്. അതൊക്കെ അവരുടെ ഒരു എയർപോർട്ടൊക്കെ വന്നാൽ അവിടെ വികസനം വരും. പക്ഷേ ഇപ്പോഴും കലാപം ഒടുങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ പോലും പ്രശ്നങ്ങൾ നിലനിൽക്കുക. അതെ, അവർ അജണ്ട പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണോ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന അജണ്ട അത് പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കുറേ പേരെ കൊന്നുന്നുള്ള ശരിയാണ്, പക്ഷേ സഭ അടിച്ചമർത്താനോ അല്ലെങ്കിൽ കുക്കികളുടെ ഒരു വംശനാശമോ അല്ലെങ്കിൽ കുക്കികളെ ഒതുക്കാനോ ഒന്നും ഇതുകൊണ്ട് കഴിഞ്ഞില്ല. അതാണ് ഈ കലാപങ്ങളുടെ പിന്നാലെയുള്ള വീണ്ടും ആവർത്തിക്കുന്ന പുറകിൽ അവരുടെ ആ ലക്ഷ്യം സാധിച്ചില്ല എന്നുള്ള. ദീർഘനാളുകൾ അവിടെ സന്ദർശിക്കാതിരുന്ന പ്രധാനമന്ത്രി മോദി സമീപകാലത്താണ് അവിടെ നിന്ന് പോയത്. അതെ, ഈയിടെ പോയെന്നുള്ള ലോകം അറിഞ്ഞു. അതെ, അതും കാര്യങ്ങൾക്കൊരു മാറ്റവും വരുത്തിയില്ല. അതല്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ മാറ്റിയിട്ടാണ് വീണ്ടും അദ്ദേഹം പ്രസിഡന്റ് ട്രംപിനെ കാണാൻ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടായി. പക്ഷേ വീണ്ടും വന്ന സർക്കാരും മേത്തി ഭൂരിപക്ഷമുള്ള സർക്കാരാണ്. അവർക്ക് വേണ്ടി നിൽക്കുകയാണ്. അവിടെ കുക്കികൾക്ക് വേണ്ടി നിൽക്കാനുള്ള ആരുമില്ല. അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും ഭരണകൂടങ്ങളില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹം അവർക്ക് വേണ്ടി നിൽക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ സൗകര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ മണിപ്പൂരിനെ കുറിച്ച് കലാപങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ കലാപം കൊണ്ട് കലുഷിതമായൊരു മേഖല, ആ മേഖലയിൽ പ്രിയ സ്റ്റാൻലി ജോർജ് സന്ദർശനം നടത്തുകയും അദ്ദേഹത്തിന് ആ പ്രദേശത്തെക്കുറിച്ചൊരു ക്ലിയർ വിഷൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ മേഖലയിൽ അവരെ സഹായിക്കുവാനുള്ള ചില പ്രോജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പ്ലാനിലും പദ്ധതികളിലുമുണ്ട്. പല നിലകളിൽ അവർ ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ പറയുവാനോ സാധിക്കാത്ത കാര്യങ്ങളാണ്. എനിവേ, നമുക്ക് മണിപ്പൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ക്രൈസ്തവ സമൂഹം ദീർഘനാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പുതിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളത് വിട്ടുപോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. മണിപ്പൂർ ഇന്നും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന, അത് അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം മണിപ്പൂരിന് വേണ്ടി ചെയ്യാൻ, ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ പ്രിയ സ്റ്റാൻലി ജോർജിന് നന്ദി പറയുന്നു.